लव यू मोहम्मद, आई लव यू सो मच मोहम्मद, सीना चीर के पूरा डंका के चोट पर बोलूंगा। ഐ ലവ് മുഹമ്മദ്, ഐ ലവ് മുഹമ്മദ്, ഐ ലവ് മുഹമ്മദ്. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എൻ്റെ കരളിൻ്റെ കരളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് നബി തങ്ങളെയാണ്. ഞാൻ മാത്രമല്ല, ലോകത്തുള്ള കോടിക്കണക്കിന് വരുന്ന മുസ്ലിം മതവിശ്വാസികൾ അവർ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അത്തരത്തിൽ മുസ്ലിം മതവിശ്വാസികൾ ആ മുഹമ്മദ് നബി തങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ, ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിപ്പിടിക്കുമ്പോൾ, അവരുടെ സ്നേഹം ആ നബി തങ്ങളോട് പ്രകടിപ്പിക്കുമ്പോൾ ഹാലളകുന്നത്, ചൊറിച്ചിലുണ്ടാകുന്നത് മറ്റുള്ളവർക്കാണ്, മനസ്സിൽ വർഗീയത നിറഞ്ഞ ചില ആളുകൾക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മുടെ രാജ്യത്ത് ഐ ലവ് മുഹമ്മദ് എന്ന ബാനർ ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലോകമെങ്ങും പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ നബിദിനാഘോഷം ആ പ്രവാചക പ്രേമികൾ ആഘോഷിച്ചെന്ന്. നബിദിന റാലികൾ സംഘടിപ്പിച്ചും റോഡുകളിൽ തോരണം തൂക്കിയും ഭക്ഷണം വെച്ചുകൊടുത്തും നബിതങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുള്ള മദ്ഹ് പാട്ടുകൾ പാടിയുമൊക്കെ ലോകമെമ്പാടുമുള്ള പ്രവാചക പ്രേമികൾ നബിദിനം ആഘോഷിച്ചു. അത്തരത്തിൽ 2025 സെപ്റ്റംബർ 4 ഉത്തർപ്രദേശിലെ കാൺപൂരിലെ റാവത്പൂരിൽ അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ഒരു നബിദിന റാലി സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു നബിദിന റാലിയിൽ അവർ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ബാനറുകളും പ്ലക്കാർഡുകളുമൊക്കെ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നു. എന്നാൽ ഇതൊരു പുതിയ ആചാരമാണെന്നും മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പ്രാദേശിക ഹിന്ദു സംഘടനകൾ അതിന് എതിർപ്പുമായി രംഗത്ത് വന്നു. ഇതൊരു പുതിയൊരു ആചാരമാണത്രേ. ഒരു പ്ലക്കാർഡിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരെഴുതിയാൽ എന്താണ് ഇത്തരം വർഗീയവാദികൾക്ക് പൊള്ളുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതൊരു ആചാരമല്ല, നേരെ മറിച്ച് നബിതങ്ങളോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുകയാണ്. അത് നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പല പരിപാടികളിൽ നമ്മൾ കണ്ടുവരുന്ന കാഴ്ചയുമാണ്. എന്നാൽ മതപരമായ ഘോഷയാത്രകളിൽ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരുന്നത് സർക്കാർ നിയമങ്ങൾ പ്രകാരം അനുവദനീയമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശ് പോലീസ് ഇടപെടുകയാണ്. അത്തരത്തിൽ ബാനറുമായി ഉയർത്തിപ്പിടിച്ചു വരുന്ന ആളുകൾക്കെതിരെ അവിടെയുള്ള UP പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. എന്തൊക്കെയാണ് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ആരുടെയും സ്വത്തുവകയല്ല, ആർക്കും തീരെഴുതി കൊടുത്തതല്ല, ആരുടെയും കുടുംബക്കാരിൽ നിന്നും തലമുറയായി കിട്ടിയ സ്വത്തുവകയുമല്ല. നേരെ മറിച്ച് ഇത് എല്ലാവരുടെയും മണ്ണാണ്, എല്ലാവരുടെയും രാജ്യമാണ്. ഹിന്ദുവിൻ്റെയും ക്രൈസ്തവൻ്റെയും മുസൽമാൻ്റെയും സിഖുകാരൻ്റെയും ജൈനമതക്കാരൻ്റെയും അങ്ങനെ എല്ലാ മതക്കാരും ഉൾപ്പെടുന്ന ആ ജനത, ഇന്ത്യൻ ജനത, അവരുടെ മണ്ണാണ് ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും തുല്യനീതിയാണ്, ഇവിടെ എല്ലാവർക്കും ഒരേ അവകാശമാണ്. പക്ഷേ ഇവിടെ ഒരു സമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. നബിദിന റാലിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലക്കാർഡ് പിടിച്ചതിന് അവർക്കെതിരെ കേസെടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു മോശമായ ഒരു കാര്യമാണിത്. ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്ലക്കാർഡ് പിടിക്കണമെന്ന് ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളോടോ ക്രൈസ്തവ സഹോദരങ്ങളോടോ അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. പ്രവാചകനോടുള്ള അതിയായ സ്നേഹം കൊണ്ട് ആ മുസ്ലിമീങ്ങൾ തന്നെ അവർ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പ്ലക്കാർഡുകൾ പിടിച്ചതിന് ഇവർക്കെന്താണ് പ്രശ്നം? ഇവിടെയാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. നോക്കിയൊരു നിസ്സാര പ്രശ്നം പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാക്കി മാറ്റുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിരവധി പേരെയാണ് UP പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കേസെടുത്തതിന്റെ പേരിൽ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നേരെ പോലീസ് നിരന്തരമായി കേസെടുക്കുകയും അതോടൊപ്പം പോലീസ് ലാത്തി ചാർജ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. യോഗി ആദിത്യനാഥിന്റെ സ്ഥിരം പദ്ധതിയായിട്ടുള്ള ബുൾഡോസർ രാജ് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രതിഷേധത്തിലും കാണാൻ സാധിച്ചു. മൗലാന താക്കിർ റാസയുടെ അനുയായികളുടെ കടകൾ ഇത്തരത്തിൽ പൊളിച്ചു നീക്കി. നോക്കി, ഇതേ UP സർക്കാരാണ്, ഇതേ യോഗി ആദിത്യനാഥാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി 70ഓളം മുസ്ലിം പള്ളികൾ ടാർപോളിൻ കൊണ്ട് മൂടിക്കെട്ടിയത്. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ നടപടി കൈക്കൊണ്ടു എന്നുള്ളതായിരുന്നു അന്ന് പോലീസിന്റെ ന്യായം. ഇതിനൊന്നും ഒരു കുഴപ്പവുമില്ല. സ്വന്തം വിശ്വാസങ്ങൾ, സ്വന്തം ആഘോഷങ്ങളും നടക്കണം. എന്നാൽ നേരെ മറിച്ച് മുസ്ലിം മത വിശ്വാസികൾ ആഘോഷിച്ചാൽ, അവർ നബിദിന റാലിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പോസ്റ്ററുകളും ബാനറുകളും പ്രദർശിപ്പിച്ചാൽ അവിടെ മാത്രം വിഷയമായി മാറുന്നു. മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇവരൊക്കെ. അതിനെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാക്കണം, അതിനെ ചൊല്ലി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അതിലൂടെ രാഷ്ട്രീയ ലാഭമുണ്ടാക്കണം. നോക്കി, ഈ ഒരു വിവാദം
ഇന്ത്യ രാജ്യം മുഴുവനും പടർന്നു പിടിക്കുകയാണ്. കാൺപൂർ തുടങ്ങിയ ഈ ഒരു വിഷയം ഉത്തർപ്രദേശിലെ മറ്റു ജില്ലകളിലേക്കും ഉത്തരാഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പടർന്നു പിടിക്കുകയാണ്. യോഗി ആദിത്യനാഥിന്റെ ഈ ഒരു നടപടിക്കെതിരെ അവിടെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. മുസ്ലിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ആ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ കേസെടുത്തതിൻ്റെ പേരിൽ അവർ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരുന്നു. നോക്കൂ, പ്രവാചകനെ മുസ്ലിമുകൾ മാത്രമാണോ ഇഷ്ടപ്പെടുന്നത്? ഒരിക്കലുമല്ല. ലോകത്ത് വരുന്ന ഇതര മതസ്ഥരായ ലക്ഷക്കണക്കിന് വരുന്ന സഹോദരങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് നബിതങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണം നബിതങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു വെച്ച ഓരോ മനോഹരമായ അധ്യാപനങ്ങളാണ്, മനോഹരമായ വചനങ്ങളാണ്. മറ്റുള്ളവനെ നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു ധർമ്മമാണെന്ന് പഠിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ ഹബീബ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അതിൽ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ലോകത്തോട് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിതങ്ങൾ ആ അയൽവാസി ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ആ അയൽവാസി ഏതു മതത്തിൽപ്പെട്ട വ്യക്തിയുമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ അയൽവാസി ഒരു ക്രിസ്ത്യനായിരിക്കാം, ഒരു ഹിന്ദുവായിരിക്കാം, മതമില്ലാത്തവനായിരിക്കാം. അതാരായിരുന്നാലും അവർക്ക് ആഹാരം കൊടുക്കാതെ സ്വന്തം വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച നേതാവാണ് നബിതങ്ങൾ. അത്തരത്തിൽ മനോഹരമായ അധ്യാപനങ്ങൾ ലോകത്ത് പകർന്നുകൊടുത്ത നബിതങ്ങളെ സ്നേഹിക്കാത്തവർ ഈ ലോകത്ത് ചുരുക്കമാണ്. പക്ഷെ ചില വർഗീയവാദികൾക്ക് മാത്രം നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ വല്ലാതെ ചൊറിച്ചിലാണ്. കാരണം മറ്റൊന്നുമല്ല, നബിതങ്ങളാണല്ലോ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന മനോഹരമായ ഒരു മതം. ആ മതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ആ മതം ഇന്ന് ലോകം മുഴുവനും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം വർഗീയവാദികൾക്ക് കുരുപൊട്ടാറുണ്ട്. നോക്കൂ, ഇവിടെ ഐ ലവ് കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ലവ് ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ലവ് ജീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷെ നേരെ മറിച്ച് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമുണ്ടാകുന്നു. ഇവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. നോക്കൂ, ഇന്ത്യ രാജ്യത്ത് എല്ലാ നാനാജാതി മതസ്ഥരായ ജനസമൂഹമുണ്ട്. അവർക്ക് അവരുടേതായ മതവിശ്വാസങ്ങളുണ്ട്, അവരുടെ ദൈവങ്ങളുണ്ട്. അവരുടെ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസങ്ങൾ വിശ്വസിക്കാനും മതവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാനും ആചാരങ്ങളെ അനുഷ്ഠിക്കാനും ഇന്ത്യയിലെ ഭരണഘടന അനുവാദം നൽകുമ്പോൾ, പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? ആ ഒരു മതസ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. വീണ്ടും വീണ്ടും ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഐ ലവ് മുഹമ്മദ്, ഐ ലവ് മുഹമ്മദ്, ഐ ലവ് മുഹമ്മദ്.